ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളാണ്, നല്ല സന്തോഷമുള്ള ദിവസമാണ്. സമയം രാവിലെ 5 മണി ആയിട്ടില്ല കേട്ടോ. 6:15 നിസ്കാരം. അപ്പോൾ കുളിക്കണം, ഫ്രഷ് ആവണം. അപ്പോൾ നേരെ റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചെറിയൊരു പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ്, പെരുന്നാൾ കോടി. അപ്പോൾ തക്ബീറൊക്കെ തുടങ്ങി കേട്ടോ പള്ളിയിൽ. ഞങ്ങളുടെ പള്ളിയിലോട്ട് പോകാനാണ്. 6 മണിയായി. മനസ്സിലാതെ മഞ്ചനായിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, പ്രവാസികളെ രാവിലെ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ചായയും എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും കഴിക്കും കേട്ടോ. ഒരു മാസമായി വ്രതം എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ക്ഷീണങ്ങൾ മാറ്റും. അങ്ങനെ പള്ളിയിൽ പോയി ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഫോട്ടോ ഷൂട്ടായിട്ട് വന്നേ കേട്ടോ. ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്തു. അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ, അതായത് പെരുന്നാളിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുക, നാട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക. കണ്ടോ പുതിയ ഡ്രസ്സിൻ്റെ. അപ്പം ഫോട്ടോ അയച്ചു കൊടുക്കുക, ഇതൊക്കെയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറണം. ഈ സമയത്താണ് നാടൊക്കെ നമുക്ക് ഒരുപാട് മിസ്സാകുന്നത് കേട്ടോ. കാരണം നാട്ടിലാകുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ വീട്ടിലോട്ട് പോകാം, അപ്പോൾ എല്ലാവരെയും കാണാം, ഒത്തൊരുമിച്ച് നിൽക്കാം. ആ ഒരു പരിപാടിയാണ് ഇവിടെ ഒരു മിസ്സിങ് വരുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടുകാർ, ഈ സമയത്തൊക്കെ വീട്ടുകാരൊപ്പം എവിടെയും പോകാം, ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വലിയ രസമാണ് അതൊക്കെ. എൻ്റെ ഉപ്പ, ഉമ്മ, അതുപോലെ ഭാര്യ, എൻ്റെ ബ്രദേഴ്സ്, അതുപോലെ എനിക്ക് ഏറ്റവും വലിയ മിസ്സിങ് എന്ന് വെച്ചാൽ എൻ്റെ മക്കളാണ് കേട്ടോ. അത് ഭയങ്കര മിസ്സിങ്ങാണ്. അപ്പം പിന്നെ വീഡിയോ കോൾ ചെയ്യാം, ഫോൺ വിളിക്കാം, ഇതൊക്കെയാണ് എനിയിലെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, നമുക്കിന്ന് ലീവൊന്നുമില്ല. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ? കണ്ടോ, നല്ല സീനിയറിയാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പള്ളിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഇതാ അർഷാദ് ഉണ്ട് കേട്ടോ. ആള് പുതിയ ആളാണ് ഇവിടുത്തെ. ഇപ്പോൾ വന്നിട്ട് എത്ര മാസമായതാ? 2 മാസമായില്ലേ? 6 മാസമായോ? പെട്ടെന്ന് മാസങ്ങളൊക്കെ പോയ കേട്ടോ. ആളിപ്പോൾ വന്ന് ഇപ്പോൾ ജോലിയൊക്കെ സെറ്റായി, ഒന്ന് റെഡിയായി വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് പറയല്ലേ, പെരുന്നാളിലായിട്ട് ഹാപ്പി അല്ലേ? ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ അനുഭവം? നാടാണ് ഇവിടെയാണോ? അല്ലേ? അതെ, ഇവിടെ ആകുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. വീട്ടുകാരൊക്കെ മിസ്സാകുന്നുണ്ടാവും അല്ലേ? കല്യാണം ഒന്നും കഴിക്കാതെ ഇവർക്ക് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കല്യാണം കഴിച്ചില്ല, അങ്ങനത്തെ ബാച്ചലറായിട്ടൊക്കെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. നമ്മുടെ ആടുജീവിതം സിനിമ പോലെ ഒന്നുമല്ല കേട്ടോ. അതൊക്കെ പണ്ട് കാലത്ത് എനിക്ക് തോന്നില്ല. ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, പെരുന്നാളിൻ്റെ. ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസികളുടെ ഒരു ജീവിതം കേട്ടോ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ പോലെ എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ സൗഹൃദങ്ങൾ മാത്രമേ ഇല്ല ഇവിടെ, വീട്ടുകാരും ആരുമില്ല. അപ്പോൾ എന്താ പറയണ്ടേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യലാണ് കേട്ടോ. അതുപോലെ തന്നെ ഒന്നും കൂടിയും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും അടിച്ച് പൊളിക്കുക. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.